മലയാള സിനിമയെ 100 കോടി ക്ലബ്ബിലെത്തിച്ച സിനിമകളെ നമുക്ക് പരിചയപ്പെടാം. മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീ മോഹൻലാൽ അഭിനയിച്ച് 2013 ഡിസംബറിൽ പുറത്തിറങ്ങിയ ദൃശ്യം എന്ന ചിത്രമാണ് മലയാള സിനിമയിൽ ഒരു സിനിമ ആദ്യമായി 50 കോടി ക്ലബ്ബിൽ എത്തുന്നത്. പിന്നീട് പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ മലയാള സിനിമയെ 100 കോടി ക്ലബ്ബിലെത്തിച്ചു. 2019 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീ മോഹൻലാൽ വീണ്ടും മലയാള സിനിമയെ 100 കോടി ക്ലബ്ബിലെത്തിച്ചു. കേരളത്തിൽ നടന്ന പ്രളയത്തെ ആസ്പദമാക്കി നിർമ്മിച്ച മൾട്ടി സ്റ്റാർ ചിത്രമായ 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രം 2023 100 കോടി ക്ലബ്ബിലേക്ക് മൂന്നാമത്തെ എൻട്രിയായി മോഹൻലാൽ അഭിനയിക്കാത്ത ചിത്രം എത്തി. 2024 തുടരെ 100 കോടി ക്ലബ്ബിലേക്ക് മലയാള സിനിമ നടന്നു കയറി. 2024 6 സിനിമകൾ 100 കോടി ക്ലബ്ബിലെത്തി. ആ സിനിമകളെ നമുക്ക് പരിചയപ്പെടാം. ഫഹദ് ഫാസിൽ നായകനായ ആവേശം, പൃഥ്വിരാജ് സുകുമാരൻ നായകനായ ആടുജീവിതം, നസ്രിൻ മമിത ബൈജു ടീമിന്റെ പ്രേമലു, ചിദംബരം സംവിധാനം ചെയ്ത് സൗബിൻ ഷാക്കിർ, ശ്രീനാഥ് ഭാസി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ മഞ്ഞുമൽ ബോയ്സ്, ടോവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഷണം, ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ എന്നീ സിനിമകൾ വൻ വിജയം നേടി. മഞ്ഞുമൽ ബോയ്സ് 200 കോടിയും കടന്ന് 240 കോടി സ്വന്തമാക്കി. തിരുത്തെഴുതിയ റെക്കോർഡുകൾ. മോളിവുഡ് മോഹൻലാൽ ഉഡാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. 2025 ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ മഞ്ഞുമൽ ബോയ്സ് തീർത്ത റെക്കോർഡുകളെല്ലാം പഴങ്കറിയാക്കി. ചിത്രം 250 കോടി രൂപ കളക്ഷൻ നേടി. അതിനുശേഷം വന്ന തുടരും എന്ന ചിത്രം വീണ്ടും മലയാള സിനിമയെ 100 കോടി ക്ലബിലേക്ക് എത്തിച്ചു. ഇന്ത്യൻ സിനിമയിലെ ആദ്യ സ്ത്രീ സൂപ്പർ ഹീറോ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ദുൽഖർ സൽമാന്റെ നിർമ്മാണത്തിൽ കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയ ലോക ചാപ്റ്റർ 2 ചന്ദ്ര തിയേറ്ററിൽ വൻ വിജയം നേടി. ആദ്യമായി മലയാള സിനിമയെ 300 കോടി ക്ലബിൽ എത്തിക്കുവാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു. ആഗോള കളക്ഷനിലും അതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡുകൾ എല്ലാം തകർത്തുകൊണ്ട് ലോക ചാപ്റ്റർ 2 ചന്ദ്ര വൻ വിജയം നേടി. 2025 നിവിൻ പോളി ചിത്രവും 100 കോടി ക്ലബിൽ ഇടം നേടി. 2026 ആദ്യ 100 കോടി ചിത്രം ആട് 3യിലൂടെ ജയസൂര്യ നേടിയപ്പോൾ വാഴ 2 എന്ന പുതുമുഖങ്ങൾ അഭിനയിച്ച ചിത്രം വൻ വിജയം നേടി. വലിയ അവകാശവാദങ്ങളോ വലിയ താരനിരയോ ഒന്നുമില്ലാതെ ഒരു കൂട്ടം പുതുമുഖങ്ങൾ സൃഷ്ടിച്ച ആ അത്ഭുതം മലയാള സിനിമയ്ക്ക് താരഭാരമില്ലാതെ വലിയ സ്വപ്നങ്ങൾ കാണുവാനുള്ള ഊർജം നൽകി. മലയാളത്തിന് നാഴികക്കല്ലുകൾ കാണിച്ചെന്ന ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗമായ ദൃശ്യം 3 തിയേറ്ററിൽ ഇതിനകം 200 കോടി ക്ലബ്ബ് നേടി വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മോഹൻലാൽ ചിത്രത്തിന് മികച്ച അഭിപ്രായം വന്നാൽ 100 കോടിയും 200 കോടിയും നിഷ്പ്രയാസം സാധിക്കുമെന്ന് ദൃശ്യം 3യിലൂടെ കാണാൻ സാധിച്ചു.